السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആരോഗ്യവന്തനായിട്ട് ആയുസുള്ള അത്ര കാലം ജീവിക്കണമുണ്ടായെങ്കിൽ എല്ലാ ആൾമാർക്കും അത് വലിയ ഇഷ്ടമാണ്. ദീർഘായുസ് എപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിക്കട ആയുസ് ജമ്മ വേണം. ഒരാൾ 100 വർഷം ജയിക്കിടും ചൊന്നെങ്കും അവനു പിന്നെയും 150 വർഷം ജയിച്ചെങ്കിൽ നല്ല ദുനിയാവ് അങ്ങനെയാണ്. പലപ്പോഴും മനുഷ്യൻ ഇനിയും നക്ക് ജയിക്കണമെന്ന് ചൊല്ല ആശയിക്കിട് ഇക്കട്ട് അള്ളാഹു ഞങ്ങളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ. പഠിച്ചോണ്ട് ഇഷ്ടവെക്കണമെങ്കിൽ സാലിഹ്യങ്ങളിൽ അള്ളാഹു പെടുത്തിട്ട് പഠിച്ചോണ്ട് ഇഷ്ടവെക്കുമ്പോൾ വൻ അഹബ്ബ ലിഖാ അള്ളാഹി അഹബ്ബ അള്ളാഹു ലിഖാ അള്ളാഹുടെ കാണുകയാണ് ഈമാനുള്ള എനിക്കത്തെ ആൾമാർക്ക് ഇഷ്ടം. അങ്ങനെ ആവുമ്പോൾ അങ്ങളെ കാണണമെന്നും അള്ളാഹു ഇഷ്ടയിക്കിട്. ഈമാനുള്ള എനിക്കത്തെ ആൾമാർക്ക് മരണം ഒരു വിഷയമേ അല്ല. അങ്ങ് വലിയ സന്തോഷത്തിൽ അത് സ്വീകരിക്കിടാറ്. കാരണം അങ്ങളെ ജീവിതം അങ്ങനെ ആയിട്ടിക്കിട് പഠിച്ചോണ്ട് പോവാനായിട്ട് മാത്രം. അപ്പം മരണത്തെ മർഹബ ചൊന്നിട്ട് അങ്ങ് സ്വീകരിക്കിടാറ്. എപ്പോൾ വന്നെങ്കും റെഡിയിക്കിടാറ്. സുബ്ഹാനല്ലാഹ്. അസ്സബാത്തു ഇൻദൽ മമാത്ത്. മരണത്തെ ಬಗ್ಗೆ സ്ഥിരപ്പെട്ട് നിന്നെങ്കത്തെ ഈമാൻ കൊണ്ട് കൽവിലെങ്കിയെങ്കത്തെ വിവിധങ്ങളായ സന്തോഷത്തെ പദം ചൊന്നെങ്കത്തെ ധാരാളം ഇമാമീങ്ങളെ ಬಗ್ಗೆ മഹാന്മാർ കിതാബിൽ ദിരാർ. 100 കണക്കിൽ വിഷയങ്ങളുണ്ട്. മരിക്കുമ്പോൾ പുതിയാപ്പിള പോലെ മരിച്ചു പോയെങ്കിൽ താൽമാറും ചൊന്നിട്ട് മുന്നിൽ ഇതിലെ 10 ജില്ലാറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ മഹാന്മാർ സാലിഹീങ്ങളെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കും നല്ല ഈമാനും തക്വയും പഠിച്ചോൻ്റെ മഹബത്തും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. എപ്പോൾ മരിക്കണമെങ്കിലും ആ സമയത്ത് വളരെ ശുദ്ധിയോടെ ഈമാനോടെ എല്ലാ ഹക്കടപാടുകൾ തീന്ന് പഠിച്ചോൻ്റെ ലിഖാ പറ്റെങ്കത്തെ നല്ല മരണം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇക്കട്ട് ഒരു മനുഷ്യക്ക് ആയുസുള്ളിടത്തോളം കാലം അവൻ ചെയ്യിക്കട. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ആയുസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്തിക്കൂ സാധ്യമേ അല്ല. ഓരോ കാരണങ്ങളിക്കിട് കേട്ടെങ്കിൽ ചൊല്ലാറ് പനി വന്നിട്ട് മരിച്ചേ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിട്ട് അതെല്ലാം കാരണങ്ങളാണ്. അജൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു പിന്തിക്കരുതേ ഇല്ല, ഉറപ്പാണ്. അപ്പോൾ ഒരു മനുഷ്യക്ക് മരിക്കടത്തോളം ആരോഗ്യവന്തനായിട്ട് ജീവിക്കണം എപ്പോഴും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഫിയത്ത് കേൾക്കുകയാണ് ദ്വാർന്നരെ ദ്വാർക്കോ ചൊന്നതും അതാണ്. അബ്ബാസ് റളിയല്ലാഹു ഒട്ടിಗೆ സലില്ലാഹ അൽ ആഫിയ. പിന്നെയും ചൊല്ലു ആഫിയത്ത് കേൾക്കണു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ നിൻ്റെ ഒട്ടിಗೆ മാഫ് ഞാൻ കേട്ടോണ്ടുള്ള ആഫിയത്ത് കേട്ടോണ്ടുള്ള ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യം വേണു, ആരോഗ്യം വേണു, ഒരു പ്രയാസത്തിലും പെടുകുതീറ. മരിക്കടത്തോളം ആഫിയത്തിൽ ജീവിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം. ദുനിയാവിടെ കോടിക്കണക്ക് സമ്പത്തരാട്ടി ഏറ്റവും മഹത്വം എന്തിനു കേട്ടെങ്കിൽ ആഫിയത്ത് കാണും. അത് വളരെ മഹത്വമേറിയ സമ്പത്താണ്. കോടിക്കണക്കിൽ പൈസ ഉള്ളെങ്കിൽ താൽമാർ ഒരു തുള്ളി തന്നി ഉൾക പോകു സാധ്യയില്ലാണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് താൽമാറുള്ള രോഗികളുള്ളാർ. അള്ളാഹു നമുക്ക് മരണം വരെ ആഫിയത്ത് തരട്ടെ. മരണം വരെ ആരോഗ്യവന്തനായിട്ട് ജീവിക്കണമെന്ന് ചൊന്നിട്ട് ഓരോ ആണ് പെണ്ണുടെ ഇഷ്ടമാണ്. കിടത്തത്തിലാവുകൂ രോഗം പറകൂ ആർക്കും ഇഷ്ടമില്ല. നല്ല ആഫിയത്തിൽ ചെയ്യിക്കണം എങ്കിൽ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട. ഒരു ചെറിയ പണി വന്നെങ്കിൽ അഞ്ഞ മറന്നു പോയിട്ട് എന്തെല്ലാം ആക്കിത്ത് എന്തേന്ന് ചൊന്നെങ്കിൽ ആരോഗ്യം വേണു എല്ലാവരും വായിലതിക്കിട്. ഇവിടെ അതുക്കുള്ള വളരെ ഈസിയായ ഒരു സൂത്രം ചൊല്ലേ. എന്തിനും ചൊന്നെങ്കിൽ ഒരു മനുഷ്യക്ക് ആരോഗ്യം കിട്ടണമെന്നുണ്ടായെങ്കിൽ അവനു ബാഹ്യമായ മരുന്നുകൾ ആക്കണ്ടല്ല, അതാക്കട അവന് രോഗം വന്നുകൊണ്ടിരിക്കട്. എന്തെല്ലാം ടൈപ്പുടെ രോഗങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇപ്പുറത്ത് അവൻ്റെ ഇങ്ങനെ കാത്തു നിൽക്കണമെങ്കിൽ ഹദ്ദു കണ്ണുകൾ നോക്കണമെങ്കിൽ ഉദ്യമം ഈ സൈഡിലുണ്ട്. അവിടെ അവൻ്റെ എങ്ങനെങ്കിലും വളർത്തിട്ട് വയസ്സാക്കും ആൾമാറിക്കിടാർ. ഒരു ചെറിയ പനി വന്നിട്ട് ചൊന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാണ്ടായെങ്കിൽ അവനൊരു മാത്ര കൊടുത്താൽ ചക്കാക്കി അതുണ്ട് ഇതുണ്ടു. ചിലപ്പോൾ 2 നാൾ സബറായെങ്കിൽ ആക്കിയെങ്കിൽ സുമാർ അവിടെ എനിക്ക് വിഷയമായിട്ടിരിക്കൂ. ഇല്ല ഓടിയിട്ടാവൻ ചക്കാക്കിയ എന്തും ഇല്ല തെല്ല് വേറെ BP ലോ ആയിരുന്നു ചൊന്നാൽ അതൊക്കെ മറന്നെടുത്തിട്ട് അത് തെല്ല് സമറാവുമ്പോൾ വേറെ ഒന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മറന്നു പിടിച്ചിട്ട് അതിരെ സരണി അങ്ങ് തുടർന്ന് വയ്ത്ത് അവനു ശാശ്വതമായ രോഗിയായിപ്പോയാൽ അങ്ങനത്തെ മാറുകട്ടയാണ് ആധുനിക ലോകത്തുള്ള. ചതിയാണ് എവിടെയും നടന്നുകൊണ്ടുള്ള, അധികവും ചതിയാണ്. മനുഷ്യൻ ഭാരി ജാഗ്രത ആക്കണമെങ്കിൽ ടൈമാണ്. ഫുഡും ചതിയാണ്, എല്ലാം ചതിയല്ലാത്ത ഒന്നില്ല. ലോകം മൊത്തം ചതിയാണ്. തിന്നുന്ന ഓരോ ഫുഡിലും കെമിക്കൽ എല്ലാം നിറച്ച് വെച്ചിട്ട് ഏതാവില്ല തിന്നോകാവില്ല എന്ന് ചൊന്നെങ്കിൽ തിന്നുക എന്തും വേറെ കിട്ടാല്. ആ രൂപത്തിൽ ലോകം മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടുള്ള പൈസ എങ്കൈത്ത് മനുഷ്യരെ കൊന്നിട്ട് പൈസ ആക്കടേ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടുള്ളത്. അവിടെയെല്ലാം ഏത് ഭക്ഷണവും ഇണ്ട് തിന്നുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 4 വട്ടം യാറ ചൊല്ലണോ, ആയത്തുൽ കുർസി ഓതിട്ടേ തിന്നണോ. കാരണം ഇങ്ങനത്തെ മോശമായ
കെമിക്കൽ നിറയാത്ത ഞങ്ങളെ കൊല്ലുടെ ഭക്ഷണമല്ലാത്ത വേറൊന്നും കിട്ടിയോണ്ടില്ല. അത് ഞങ്ങളെ നാവ് നല്ല ടേസ്റ്റാവും. അതേ സമയത്ത് ഞങ്ങളെ തടിക്ക് വെടക്കാണ്, ഇത് ഉറപ്പല്ലേ. അവിടെയെല്ലാം പഠിച്ചുകൊണ്ടിട്ടിയ ചെമ്മ കാവൽ കേൾക്കണം. അവിടെ ഇക്കട്ട് ഞാൻ ചൊന്നത് എവിടെയും ബാഹ്യമായ തടിക്ക് രോഗം വന്നിട്ടുണ്ടായെങ്കിൽ ഓടുക നങ്ങ അവൻ്റെ മുട്ട ഓടുക, ഊടെ മുട്ട ഓടുക. അതുപോലെ തന്നെ ചിലപ്പോൾ ആത്മീയമായ രോഗങ്ങൾ ബർക്കത്തില്ല, അതില്ല ഇതില്ല എന്ന് ചൊന്നിട്ട് കുറേ ചികിത്സ ആക്കടെങ്കിൽ മാറ മുട്ട ഓടറെങ്കിൽ മരിക്കിടാറ്. ഇക്കട്ട് രോഗം പറഞ്ഞും മനുഷ്യക്ക് ഇഷ്ടമില്ല, അത് പെട്ടെന്ന് സുമറാവണുണ്ടാണ് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ. എങ്കിൽ ഇവിടെ വളരെ നല്ലൊരു വഴിയാണ് ഞാൻ ചൊന്തന്നുകൊണ്ടുള്ള ഒരു മനുഷ്യക്ക് ആരോഗ്യവന്തനായിട്ട് ജീവിക്കുക, രോഗത്തെ കഴിവിൻ്റെ പരമാവധി തട്ട ഇല്ലാണ്ടാക്കുക, അതുപോലെ മരിക്കടത്തോളം ആഫിയത്തോടെ ചെയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അവൻ്റെ കൽബൊന്ന് നന്നാക്കടേ. ഇതിലായിട്ട് വലിയ വഴിയില്ലേ. ഇത് ഡോക്ടർ മുട്ട പോകേണ്ട അകത്തേയില്ല, ഇസ്മുഡാൽമാർ മുട്ട പോകേണ്ടെങ്കിൽ അകത്തേയില്ല, ഏത് ചികിത്സ അവൻ്റെ മുട്ട പോകേണ്ടെങ്കിൽ അകത്തേയില്ല. ഈ മരുന്നാക്കും, ഇത് നാനാക്കും. നൻ്റെ മരുന്ന് നാനാക്കാണ്ട് ഞാൻ ആറാറ് മുട്ട പോയോണ്ടുള്ളേ. എന്താണത്? നൻ്റെ കൽബൊന്ന് വിശാലമാക്കണു. കൽബിൽ ഒരാളിലൊട്ടിക്ക് പകയില്ല, ചതിയില്ല, നഞ്ചിയില്ല എന്ന് ചൊല്ലുമ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ മരുന്നാണത്. അങ്ങനെ ഇത്തുണ്ടായെങ്കിൽ നമുക്ക് ആരോഗ്യവന്തനായിട്ട് ജീവിക്കുക അവിടെ ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മഹാന്മാരിന്നാറ്, സ്വാലിഹ്യങ്ങളിന്നാറ് അങ്ങനെയെല്ലാം കൽബുൽ ഒരു തെല്ല് നഞ്ചിയില്ലാണ്ട് റാഹത്തോടെ അങ്ങ് ജീവിച്ചപ്പോൾ മരിക്കഴുത്തോളം നല്ല ആരോഗ്യത്തിൽ ചെയ്യിച്ചാറ്. അങ്ങനത്തെ ധാരാളം ആൾമാരുടെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചെന്നത് ഒരു മനുഷ്യക്ക് ആരോഗ്യവന്തനായി ജീവിക്കണമെന്നുണ്ടായെങ്കിൽ ഏറ്റവും വലിയ മരുന്നാണ് ചൊന്ന് അവൻ്റെ കൽബുക്ക് നല്ല ചികിത്സ ആക്കണു. അതിൽ ഒരു പകയും നഞ്ചും ചതിയും ഇല്ലാത്ത പോലത്തെ ബതുക്കും. അത് വല്ലാത്തൊരു വിഷയമാണ്. അതൊരാൾ ആക്കുക അവിടെ എങ്കിൽ അവനക്ക് സീക്കില്ലാണ്ട് ചെയ്യിക്കുക, ആരോഗ്യവന്തനായിട്ട് ചെയ്യിക്കുക. കാരണം മനസ്സ് അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹു പടച്ചെങ്കത്തെ അത്ഭുതമാണ് കൽബ്. ആ കൽബങ്ങ് ക്ലിയറായിട്ട് വേണുണ്ടാ. ഒരാളിലൊട്ടിക്ക് പകയില്ല, ചതിയില്ല, നഞ്ചില്ല, അസൂയയില്ല. ഇങ്ങനെ ജീവിക്കുമ്പോൾ അത്ഭുതമാണ്, സാധ്യമേ അല്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അവനും ഏതായാലും ഒരു നാൾ മരിക്കൽ ഗ്യാരണ്ടിയാണ്. ആ സമയം വരെ നല്ല ബാഹ്യവും ആന്തരികവുമായ ആരോഗ്യം അവനക്ക് കിട്ടുന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു മറന്ന് ഈ ഒരു ചികിത്സ നക്ക് നാനേ ആക്കിക്കൊണ്ട് വേണു. ഇത് പുറത്തിറങ്ങാൻ നക്ക് ചൊന്തറകു പണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്. നാനൊരു സമസ്യക്ക് ഒരാളെ ചികിത്സ മുട്ട പോയപ്പോൾ അയാൾ ചൊല്ലു, നീ എന്താക്കണമെന്ന് ചൊന്നെങ്കിൽ അൽബക്കറ സൂറത്ത് 25 വട്ടം ഓതണമെന്ന് ചൊന്നെങ്കിൽ ഞാൻ റെഡിയാണ്. ಅದಕ್ಕೆ എന്തേ റെഡി എന്തേന്ന് ചൊന്നെങ്കിൽ ഞാൻ ഓതരെ എൻ്റെ സമസ്യ ഒന്ന് പരിഹാരമാവണു. ഇല്ലെങ്കിൽ കുറേ ആൾമാരുള്ളാറ്, ഞങ്ങളുടെ രായത്ത് ഉസ്താദ്മാരുള്ളാറ്, മദ്രസത്തുള്ളാറ് അങ്ങനെല്ലാം വിളിച്ചിട്ട് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഓതുവാട്ടേ. എന്തേ അയാൾ ചൊന്ത് 25 വട്ടം അൽബക്കറ ഓതണു, അയാൾ ചൊന്തു 25,000 ദിക്ർ ചൊല്ലണു, അതാക്കണു ഇതാക്കണു. എത്രയാണ് ഓതിരെ യാ റബ്ബി? ഒരാൾ ചൊന്തുമ്പോൾ ഞാൻ റൗത്തുൽ ഓതിരൊരു ചൊന്ന് ഓതിരമേ 5 ಗಂಟೆ ഓതിരവുള്ളൂ. എന്തേ സമസ്യ തീരുകയല്ലേ? എത്രമോ വർഷങ്ങളായിട്ട് ചൊല്ല കേട്ടോണ്ടുണ്ടു ചൊന്നെങ്കിൽ ചികിത്സ ആൾമാരെ മുട്ട പോണ്ടാറ് പോകുമ്പോൾ അങ്ങനൊട്ട പരിഹാരം റെഡിയല്ലേ. നിങ്ങളൊട്ടിയ സമസ്യ ഇന്നില്ലെങ്കിലും കുറേ ആൾമാരൊട്ടിയ പരിഹാരം റെഡിയാണ്. ಓದ್ವಾಟ್ಯಾರು ഒരു 4-5 ಗಂಟೆ വിളിച്ചിട്ട് ಓದ್ವಾಟ್ರವಳು ಎಂದ್ರ ಓದ್ವಾಟ್ರ ಪಡ್ಚೋಂಡು ಬಂತು ಒಂದೇ ಸಮಸ್ಯೆ തീരേ ഇല്ലേ. അവ സമസ്യ ഇങ്ങനെ ആയോണ്ടുണ്ടു. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നാണ് നൻ്റെ കൽബിടൊന്ന് സമാക്കടേ. അപ്പോൾ ഞാൻ ചൊന്നെ ഒരു ചികിത്സ ഒരാൾ മുട്ട പോയിട്ട് ഇങ്ങനെ സമസ്യ ഉണ്ട്, പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾ ചൊന്തു കേടുത്തുണ്ട് വിചാരിക്കുക, അങ്ങനെ കേൾക്കണു, കേടുത്തുണ്ട് വിചാരിക്കുക. എന്തേ ഓ നീ കാരട്ടെങ്കും പകയുണ്ടാ, നഞ്ചുണ്ടാ, നീ ഇപ്പോൾ പോയിട്ട് സമാവണം അങ്ങോട്ടൊട്ടി പിരിസമാണ്. എങ്കിൽ നിൻ്റെ സമസ്യ എല്ലാം ഇല്ലാണ്ട് അവിടെ ചൊന്നെങ്കിൽ മനുഷ്യൻ ചൊല്ലുക 100 വട്ടം അൽബക്കറ വേണമെങ്കിൽ ഞാൻ ഓതരെ അവണ്ടൊട്ടിಗೆ ನಾನು സമാവില്ലേ. ഓ സുബ്ഹാനല്ലാഹ്. ഇതാണ് ഏറ്റവും വലിയ സീക്കിപ്പോൾ പിടുത്തം കിട്ടിത്തല്ലേ. ഏറ്റവും വലിയ രോഗ സീക്കെന്തിരകുന്നുണ്ട ನನ್ನ കൽബ് സമയമില്ലേ. 100 വട്ടം ഹജ്ജിಗೆ പോയിട്ട് വന്നേ, 100,000 ഉംറാക്കിയ ഒരു തിങ്ങൾക്ക് 5-6 ഉംറ നാനാക്കടെ. സുബ്ഹാനല്ലാഹ്. ഭയങ്കരമാണ്. ഇബാദത്തുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ജമാഅത്തിലെ നാനുള്ളേ, ഞാനത്ര പിന്നെ സോഷ്യൽ റിലീഫ് കാര്യങ്ങളാക്കിക്കൊണ്ടുള്ള ഭയങ്കര പേരുള്ളെങ്കത്ത ആളാണ്. ഭയങ്കര ഇബാദത്താണ്, അതാണ് ഇതാണ്. ഇങ്ങനെ എല്ലാം ഇക്കുമ്പോഴും നിരക്കാരുടെ ആളിലൊട്ടിಗೆ അർസായിട്ട് എത്രമാ വർഷമായിട്ട്, അതുപോലെ ഒരാളിലൊട്ടിಗೆ ഗലാട്ടായിട്ട് എത്രമാ ടൈം ആയിട്ട്, കുടുംബത്തിൽ പിണങ്ങിയിട്ട് എത്രമാ ടൈം ആയിട്ട്. ഓരോ മഹല്ലുള്ളെങ്കത്തെ ക്യാൻസറാണിത്. ഇത് സമാക്കറൂല എങ്കിൽ മനസ്സിന് നല്ല ആരോഗ്യമാണ്. മനസ്സിന് ആരോഗ്യം ഹിമ്മത്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ഏത് ബാഹ്യമായ രോഗത്തും അവൻ്റെ തകർക്കൂ സാധ്യയില്ല. പക്ഷെ ഇതാക്കൂ നമുക്ക് പുറത്തില്ല, ഇത് ഞങ്ങാക്കലേ. അപ്പോൾ അയാൾ നാളൊട്ടിಗೆ ചൊന്തു നിങ്ങൾ അർസൊന്ന് സമാവില്ലേ. എത്ര പെരുന്നാൾ കഴിഞ്ഞു പോയിട്ട്, എത്ര റമദാൻ കഴിഞ്ഞു പോയിട്ട്, എത്ര റമദാനിൽ ನಾನು ഖത്ം തീർത്തെ, റമദാനിൽ എത്ര ഇബാദത്തെടുത്ത് 27 ഫുൾ ഉൾപ്പെട്ടെ ನಾನು. റബിയുല്ലവൽ എന്തെല്ലാം പ്രോഗ്രാം ആക്കിയ. സുബ്ഹാനല്ലാഹ്. എത്ര സ്വീറ്റ്സ് കൊടുത്ത, ഭയങ്കര ആവേശമാണ് എനിക്ക്. എത്ര സ്റ്റേജ് കെട്ടിയ ನಾನು, എന്തെല്ലാം ನಾನು ആക്കിയ. ഇതെല്ലാം കഴിഞ്ഞു പോയോണ്ടുണ്ട്. പക്ഷേ
ನಾನು ಆರೊಟ್ಟಿಗೆ ಅರ್ಸಾಕಿರೆ ಅವನ ಮುಖം നോക്കുല്ലേ, ಅವನಿಗೆ ഒരു അസ്സലാമു അലൈക്കും ചൊല്ലുല്ലേ, അവനുക്ക് കൈ കൊടുക്കുല്ലേ, അവൻ്റെ മുഖം നോക്കിയിട്ടൊരു പുഞ്ചിരിയില്ല. ആണ് പെണ്ണുക്ക് പിടിച്ചെങ്കത്തെ ക്യാൻസറാണിത്. സുബ്ഹാനല്ലാഹ്. അധികവും ഭൂരിഭാഗവും മഹല്ലിൽ ഏകദേശമൊക്കെ ഇങ്ങനത്തെ രോഗങ്ങളുണ്ട്. ಇದಕ್ಕೆ ಚಿಕಿತ್ಸೆ ಆಗಾത്ത ಕಾಲത്തോളം ನಕ್ಕೆ ಆರೋಗ್ಯವಂತನಾയി ചെയ്യിക്കോ സാധ്യമേ ഇല്ല. ನಾನು നരകിച്ചിട്ടങ്ങ് മരിക്കടേ ഉറപ്പല്ലേ അത്. അപ്പോൾ ഞാൻ ചൊന്നെങ്കത്തെ ഏറ്റവും വലിയ പരിഹാരം ആരോഗ്യವಂತനായിട്ട് ചെയ്യിക്കോണ എങ്കിൽ എല്ലാവർക്കും അങ്ങ് മാഫ് കൊടുക്കുക, കൽബ് വിശാലമാക്കുക, നിറഞ്ഞ കൽബ്. അൽഹംദുലില്ലാ, എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും ഖുശിയാവട്ടെ. ഇതിരട്ടി വലിയ മറന്ത് വേറെ ഇല്ല ലോകത്ത്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു ഞങ്ങളെ നന്നാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.